നമസ്കാരം. ടോപ് 10ലേക്ക് സ്വാഗതം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ഇനി സമവായം ഉണ്ടാകുമോ? തദ്ദേശ തെരഞ്ഞെടുപ്പും SIR-ഉം ഒന്നിച്ച് നടക്കുന്നതിലെ സാങ്കേതിക ബുദ്ധിമുട്ടുകളായിരുന്നു CPM-ഉം കോൺഗ്രസും പ്രധാനമായും ഉന്നയിച്ചിരുന്നത്. കുറഞ്ഞ സമയപരിധിയിൽ SIR നടപ്പിലാക്കുന്നതിലെ സമ്മർദ്ദമായിരുന്നു BLO-മാർക്ക്. ഒടുവിൽ സമയപരിധി നീട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ SIR സുഗമമാക്കി നടപ്പിലാക്കാൻ വഴി ഒരുക്കുകയാണ്. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വർ അറസ്റ്റിൽ. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി. നാളെ കോടതിയിൽ ഹാജരാക്കും. സന്ദീപ് വാര്യർ ഉൾപ്പെടെ കേസിൽ 5 പ്രതികൾ. 4ാം ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ. MLA-യെ തേടി അന്വേഷണ സംഘം പാലക്കാട്. ഫ്ളാറ്റിൽ വിശദമായ പരിശോധന നടത്തി SIT. ഭ്രൂണഹത്യ നടത്താൻ രാഹുൽ നൽകിയത് ജീവന് ഭീഷണിയാകുന്ന മരുന്നുകളെന്ന് യുവതിയുടെ മൊഴി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ സമയപരിധി നീട്ടി. ഫോമുകൾ തിരികെ നൽകാൻ ഡിസംബർ 11 വരെ സമയം. കരട് പട്ടിക ഡിസംബർ 16-ന്, അന്തിമ പട്ടിക ഫെബ്രുവരി 14-ന്. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിൽ സമയപരിധി ബാധകം. കമ്മീഷൻ നടപടി. SIR ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിനെതിരെ തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ മൊഴി. ദ്വാരപാലക ശില്പത്തിന്റെ പാളികൾ കൊണ്ടുപോകാൻ അപേക്ഷ നൽകിയപ്പോൾ അനുമതി നൽകി. കട്ടിളപ്പാളിയും വാതിലും കൊണ്ടുപോകാൻ അനുമതി നൽകിയിട്ടില്ലെന്നും മൊഴി. ഗോവർദ്ധനെയും പോറ്റിയെയും ഭക്തർ എന്ന നിലയിൽ പരിചയമുണ്ടെന്നും ഗോവർദ്ധനന്റെ ജ്വല്ലറിയിൽ പോയത് ക്ഷണപ്രകാരമെന്നും തന്ത്രി. പോലീസ് കസ്റ്റഡിയിൽ യുവതിയെ പീഡിപ്പിച്ച കേസിൽ വടകര DYSP ഉമേഷിന് സസ്പെൻഷൻ. ആഭ്യന്തര വകുപ്പിന്റെ നടപടി പോലീസ് പദവി ദുരുപയോഗം ചെയ്തതിന്. ഉമേഷിൽ നിന്നുമുണ്ടായത് ഗുരുതര കുറ്റകൃത്യമെന്ന് റിപ്പോർട്ട്. പോലീസ് സേനയിലെ തെറ്റായ കീഴ്വഴക്കങ്ങൾക്കെതിരെ പോരാട്ടം നടത്തുന്ന സീനിയർ CPO ഉമേഷ് വള്ളിക്കുന്നിനെ പിരിച്ചുവിടാനൊരുങ്ങി സർക്കാർ. ദിവസത്തിലധികം തുടർന്ന മുനമ്പം സമരം ഒരു വിഭാഗം അവസാനിപ്പിച്ചു. താൽക്കാലിക ഇടവേളയെന്നും റവന്യൂ അവകാശങ്ങൾ പൂർണ്ണമായി പുനഃസ്ഥാപിക്കണമെന്നും മുനമ്പം സമരസമിതി. പുതിയ വേദിയിൽ 2ാം ഘട്ട സമരം തുടങ്ങി. സമരസമിതിയിലെ BJP അനുകൂല വിഭാഗം. സർക്കാർ മുനമ്പം ജനതയ്ക്കൊപ്പമെന്ന മന്ത്രിമാരായ P. രാജീവും K. രാജനും. നാഷണൽ ഹെറാൾഡ് ഇടപാടിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ പുതിയ കേസെടുത്ത് ഡൽഹി പോലീസ്. സാം പിത്രോദ അടക്കമുള്ളവർ കൂട്ടുപ്രതികൾ. BJP സർക്കാരിന്റെ പ്രതികാര രാഷ്ട്രീയമെന്ന് കോൺഗ്രസ്. അഴിമതി കോൺഗ്രസിന്റെ മുഖമുദ്രയെന്ന് BJP. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിന് നാളെ തുടക്കം. ഡിറ്റ്വ ചുഴലിക്കാറ്റിൽ തമിഴ്നാട്ടിലെ തീരദേശ മേഖലയിൽ കനത്ത മഴ. 3 മരണം. തീരദേശ ജില്ലകളിൽ വ്യാപക കൃഷിനാശം. കാറ്റിന്റെ ശക്തി കുറഞ്ഞ തീവ്ര ന്യൂനമർദ്ദമായി മാറി. കൊളംബോയിൽ കുടുങ്ങിയ മലയാളികൾ അടക്കമുള്ളവരുമായി 2 വ്യോമസേനയുടെ വിമാനങ്ങൾ പുറപ്പെട്ടു. ശ്രീലങ്കയിൽ മരണം 200 കടന്നു. സെനിയാർ ദിത്വ ചുഴലിക്കാറ്റുകളിൽ തകർന്നടിഞ്ഞ് ഇന്തോനേഷ്യയും തായ്ലൻഡും മലേഷ്യയും. 600-ലേറെ മരണം. Look at that. It means so much to him. 83 international hundreds now. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ആദ്യ ഏകദിനത്തിൽ ഇന്ത്യക്ക് 17 റൺസിന്റെ ജയം. വിരാട് കോഹ്ലിക്ക് സെഞ്ചുറി. രോഹിത്തിനും KL രാഹുലിനും അർദ്ധ സെഞ്ചുറി. കുൽദീപ് യാദവിന് 4 വിക്കറ്റ്. തമിഴ്നാട് ശിവഗംഗ കരേക്കുടിയിൽ ബസ് അപകടത്തിൽ 12 മരണം, 40-ലേറെ പേർക്ക് പരിക്ക്. അപകടം അമിത വേഗത്തിലെത്തിയ സർക്കാർ ബസ്സുകൾ കൂട്ടിയിടിച്ചു. സ്റ്റോറി ഓഫ് ദ ഡേ. ആ വെളിച്ചം കെടരുത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ലൈംഗിക പീഡനക്കേസിലെ പരാതിക്കാരിയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തിയതിൽ രാഹുൽ ഈശ്വർ അറസ്റ്റിൽ. തിരുവനന്തപുരം സൈബർ പോലീസാണ് രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുത്തത്. കോൺഗ്രസ് നേതാക്കളായ സന്ദീപ് വാര്യർ,
രഞ്ജിത പുളിക്കൽ എന്നിവരെ അടക്കം പ്രതിയാക്കിയാണ് സംഭവത്തിൽ പോലീസ് കേസെടുത്തത്. വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുന്നു തിരുവനന്തപുരത്തു നിന്നും. ആതിര, പരാതിക്കാരിയെ അധിക്ഷേപിച്ച് അപമാനിച്ച കേസിൽ രാഹുൽ ഈശ്വറിനെ തിരുവനന്തപുരം സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പരാതിക്കാരിയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തിയതടക്കമാണല്ലോ കേസെടുത്തത്. ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയത്. നാളെ മാത്രമേ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കൂ. ഏതൊക്കെ വകുപ്പുകളാണ് ആതിര ചുമത്തിയിട്ടുള്ളത്? വിവരങ്ങൾ എന്താണ്? അശ്വതി, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണ പരാതി നൽകിയ യുവതി ഇത്തരത്തിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ പോലീസ് കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ 5 പ്രതികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഈ സൈബർ ഇടങ്ങളിൽ ഈ യുവതിയെ അധിക്ഷേപിച്ച കേസിൽ ഇപ്പോൾ 5 പേരെ പ്രതി ചേർത്തുകൊണ്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പത്തനംതിട്ട മഹിളാ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള രഞ്ജിത പുളിക്കൽ ഉൾപ്പെടെ സന്ദീപ് വാര്യർ, KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്തുകൊണ്ടാണ് നിലവിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സുപ്രീം കോടതി അഭിഭാഷകയായിട്ടുള്ള അഡ്വക്കേറ്റ് ദീപ ജോസഫ് തുടങ്ങിയവരെ ഉൾപ്പെടെ ഈ കേസിൽ പ്രതികളാണ്. നിലവിൽ ഏതായാലും രാഹുൽ ഈശ്വറിനെ വീട്ടിലെത്തി ഏകദേശം വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് രാഹുൽ ഈശ്വറിന്റെ വീട്ടിലെത്തി പോലീസ് ഇത്തരത്തിൽ കസ്റ്റഡിയിലെടുക്കുന്നത്. അതിനുശേഷം മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലുണ്ടായിരുന്നു. ആ ചോദ്യം ചെയ്യലിനൊടുവിൽ ആദ്യഘട്ടത്തിൽ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ പ്രകാരം മാത്രമാണ് കേസെടുത്തിരുന്നെങ്കിൽ പിന്നീട് BNS 75(3) വകുപ്പ് കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്ത് നിലവിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം ഈ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുമെന്നാണ് കരുതുന്നത്. അതിനുശേഷം നാളെ രാവിലെ 11 മണിയോടുകൂടിയായിരിക്കും കോടതിയിൽ ഹാജരാക്കുക. അതിനുശേഷമായിരിക്കും പിന്നീട് ഈ ജാമ്യം ലഭിക്കുമോ എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ തന്നെ ഏതായാലും ലഭ്യമാക്കുക. നിലവിൽ ഏതായാലും 5 പ്രതികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പരാതി നൽകിയ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയുടെ പരാതിയിൽ കൃത്യമായ രീതിയിൽ 5 URLകൾ ഈ ലിങ്കുകൾ ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് യുവതി പോലീസിന് പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ 5 പേരെ പ്രതി ചേർത്തുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആ കേസിലാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ അറസ്റ്റിലായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കോൺഗ്രസ് നേതാക്കളായ സന്ദീപ് വാര്യർ, രഞ്ജിത പുളിക്കൽ എന്നിവരെ അടക്കം പ്രതിയാക്കിയാണ് സംഭവത്തിൽ പോലീസ് കേസെടുത്തത്. അങ്ങനെയെങ്കിൽ ഈ സന്ദീപ് വാര്യരെയോ രഞ്ജിത പുളിക്കലിനെയോ ഒക്കെ ചോദ്യം ചെയ്യാനോ കസ്റ്റഡിയിലെടുക്കാനുള്ള സൂചന എന്തെങ്കിലുമുണ്ടോ? അത്തരത്തിലുള്ള എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? അശ്വതി, നിലവിൽ ഏതായാലും ഈ 5 പ്രതികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും മറ്റുള്ളവരെ കസ്റ്റഡിയിൽ എടുക്കുമോ ചോദ്യം ചെയ്യുന്നത് സംബന്ധിച്ച വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. പക്ഷേ നിലവിലെ ഒരു പശ്ചാത്തലത്തിൽ ഈ സന്ദീപ് വാര്യരെ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യാൻ ഒരുപക്ഷെ ഈ യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഒരുപക്ഷെ നാളെയോടുകൂടി ഇവരെ ചോദ്യം ചെയ്യലിനെ വിളിപ്പിക്കാനുള്ള ഒരു സാധ്യതയും നിലവിൽ ഏതായാലും ഈ സൈബർ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വിവരങ്ങളിൽ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സന്ദീപ് വാര്യർ, അതുപോലെ തന്നെ ദീപ ജോസഫ് തുടങ്ങിയവരെ ഉൾപ്പെടെ ഇത്തരത്തിൽ ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം സുപ്രീം കോടതിയുടെ കൃത്യമായ ലംഘനമാണ് നടന്നിരിക്കുന്നത്. ഈ യുവതിയുടെ പേരോ അല്ലെങ്കിൽ ആ പേര് അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള യാതൊരുവിധ വിവരങ്ങളും പുറത്ത് പറയരുത് എന്ന തരത്തിലുള്ള നിർദ്ദേശമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ആ നിർദ്ദേശങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഈ പ്രതി ചേർത്തിട്ടുള്ളവർ ഈ സൈബർ ഇടങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു അതിക്രമം യുവതിക്ക് നേരെ നടത്തിയത് എന്നാണ് പരാതിയിൽ സൂചിപ്പിക്കുന്നത്. കൃത്യമായ രീതിയിൽ അതിന്റെ തെളിവ് സഹിതമാണ് യുവതി പരാതി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മറ്റു പ്രതികളെ ഉൾപ്പെടെ സന്ദീപ് വാര്യരെയും അതുപോലെ തന്നെ രഞ്ജിത പണിക്കർ ഉൾപ്പെടെയുള്ളവരെ വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യതയും നിലവിൽ ഏതായാലും കാണുന്നുണ്ട്. ശരി ആതിര, രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ ലൈംഗിക പീഡന കേസിലെ പരാതിക്കാരിയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തിയതിൽ രാഹുൽ ഈശ്വർ അറസ്റ്റിലായിരിക്കുന്നു. തിരുവനന്തപുരം സൈബർ പോലീസാണ് രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുത്തത്. കോൺഗ്രസ് നേതാക്കളായ സന്ദീപ് വാര്യർ, രഞ്ജിത പുളിക്കൽ എന്നിവരെ അടക്കം പ്രതിയാക്കിയാണ് സംഭവത്തിൽ പോലീസ് കേസെടുത്തത്. പരാതിക്കാരിയെ അധിക്ഷേപിച്ച് അപമാനിച്ച കേസിൽ രാഹുൽ ഈശ്വറിനെ തിരുവനന്തപുരം സൈബർ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ പരാതിക്കാരിയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തിയതടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി നാളെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കും. വിവരങ്ങളാണ് തിരുവനന്തപുരത്തു നിന്നും ആതിര രാധാകൃഷ്ണൻ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA 4ാം ദിവസവും കാണാമറയത്ത്. രാഹുലിന്റെ റൂട്ട് തേടുകയാണ് പോലീസ്. MLAയുടെ പാലക്കാട്ടെ ഫ്ളാറ്റിൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് പരിശോധന നടത്തി. ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിച്ചു. CCTVയുടെ DVRന് ബാക്കപ്പ് കുറവായതിനാൽ പരാതിക്കാരി ഫ്ളാറ്റിലെത്തിയ ദിവസത്തെ ദൃശ്യങ്ങൾ ലഭിച്ചില്ല എന്നാണ് വിവരം. എന്നാൽ സമൂഹ മാധ്യമങ്ങളിലൂടെ സൈബർ ആക്രമണം രൂക്ഷമായതോടെ യുവതി പരാതി നൽകിയിരുന്നു. പരാതിയിൽ കേസുമെടുത്തു. പാലക്കാട് SP അടക്കമുള്ള പോലീസ് സംഘമാണ് രാഹുലിന്റെ ഫ്ളാറ്റിൽ പരിശോധന നടത്തിയത്. രാഹുലിന്റെ ഓഫീസ് സ്റ്റാഫിൽ നിന്നും അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിച്ചു. CCTVയുടെ DVRന് ബാക്കപ്പ് കുറവായതിനാൽ പരാതിക്കാരി ഫ്ളാറ്റിലെത്തിയ ദിവസത്തെ ദൃശ്യങ്ങൾ ലഭിച്ചില്ലെന്നാണ് വിവരം. ഫ്ളാറ്റിന് സമീപത്തെ കൂടുതൽ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാനും SIT നീക്കം തുടങ്ങിയിട്ടുണ്ട്.
പരാതിക്കാരിയുമായി പീഡനം നടന്ന ഫ്ളാറ്റിലെത്തി പോലീസ് മഹസർ രേഖപ്പെടുത്തിയിരുന്നു. കൂടുതൽ സാക്ഷികളുടെ മൊഴിയും രേഖപ്പെടുത്തും. ഗർഭഛിദ്രത്തിന് രാഹുലിന്റെ സുഹൃത്ത് നൽകിയത് ജീവൻ അപകടത്തിലാക്കുന്ന മരുന്നാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഭ്രൂണഹത്യയ്ക്ക് ശേഷം യുവതിക്കുണ്ടായത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളാണെന്നും പോലീസിന് വിവരം ലഭിച്ചു. യുവതിയുടെ ആരോഗ്യനില മോശമായിരുന്നുവെന്ന് ഡോക്ടർമാരുടെ മൊഴിയിലുമുണ്ട്. മുൻകൂർ ജാമ്യാപേക്ഷ ബുധനാഴ്ച കോടതി പരിഗണിക്കാനിരിക്കെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് അറസ്റ്റിന് തടസ്സമില്ലെന്നാണ് വിലയിരുത്തൽ. അതിനിടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സൈബർ ആക്രമണം നടത്തിയവർക്കെതിരെ പരാതിക്കാരിയായ യുവതി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അനുയായികളുടെ ഗ്രൂപ്പുകളിൽ നിന്ന് തുടർച്ചയായി സൈബർ ആക്രമണം ഉണ്ടാകുന്നതായാണ് റിപ്പോർട്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. രാഹുലിന്റെ ഒളിച്ചുകളി തുടരുകയാണ്. പാലക്കാട്ടെ ഫ്ളാറ്റിലെ ഇന്നത്തെ പരിശോധന പൂർത്തിയായെങ്കിലും നാളെയും പരിശോധനയുണ്ടാകും. ഫ്ളാറ്റിലെ കെയർ ടേക്കറിൽ നിന്നും അന്വേഷണ സംഘം കൂടുതൽ വിവരങ്ങൾ തേടാനാണ് സാധ്യത. കൂട്ടുകാരൻ ജോബി ജോസഫിനായി വ്യാപക തെരച്ചിൽ തുടരുകയാണ് അന്വേഷണ സംഘം. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പാർട്ടിയുടെ തീരുമാനവും നടപടിയും കൃത്യമായി എടുത്തിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഇന്ന് പറഞ്ഞു. എന്നാൽ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ഓരോ വിവാദങ്ങൾ CPM ഉയർത്തിക്കൊണ്ടുവരുമെന്നും ജനകീയ വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് ശ്രമമെന്നും രാഹുൽ വിഷയവും ഇതിന്റെ ഭാഗമെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MPയും പ്രതികരിച്ചു. രാഹുലിനെ സംഘടനയിൽ നിന്നും പുറത്താക്കാത്തത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ പാപ്പരത്വമെന്ന് മന്ത്രി വി. ശിവൻകുട്ടിയും പ്രതികരിച്ചു. ഗർഭം തെരഞ്ഞെടുപ്പ് വിഷയമല്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പറഞ്ഞു. വികസനം ചർച്ചയാകണമെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. പ്രതികരണങ്ങൾ നോക്കാം. കോൺഗ്രസ് പാർട്ടി ഇക്കാര്യത്തിലുള്ള നിലപാട് വളരെ വ്യക്തമായിട്ടുണ്ട്. ഒരു പാർട്ടി എടുക്കാത്ത നിലപാടാണ് എടുത്തത്. ഒരു ആക്ഷേപം വന്നപ്പോൾ ഞങ്ങൾക്കൊരു പരാതി പോലും ലഭിക്കാതെ തീരുമാനമെടുത്ത പാർട്ടിയാണ്. ആ പാർട്ടി അഭിമാനത്തോടു കൂടിയാണ് ഈ വിഷയത്തിൽ നിൽക്കുന്നത്. ആ പാർട്ടിയുടെ സ്റ്റാൻഡ് KPCC പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന് വിരുദ്ധമായി ആര് പ്രവർത്തിച്ചാലും അത് കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് പാർട്ടി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്, ഉത്തരവാദപ്പെട്ട എല്ലാ നേതാക്കന്മാരും പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇത് പറയുമ്പോൾ ഞങ്ങളോട് ചോദിക്കുമ്പോൾ ഈ ഒരു വിഷയം മാത്രമാണോ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ചർച്ച ചെയ്യാനുള്ളത്? അപ്പോൾ കേരളത്തിലെ സർക്കാരിൻ്റെ ഒരു കാര്യവും ചർച്ച ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞിട്ട് ഈ വിഷയത്തിൽ ഞങ്ങൾ മാറി നിൽക്കുന്നില്ലല്ലോ, ഒളിച്ചോടിയിട്ടില്ലല്ലോ. ഈ വിഷയത്തിലെല്ലാം ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒളിച്ചോടുന്ന പ്രശ്നമില്ല. രാഹുൽ മാങ്കൂട്ടത്തെ അവരുടെ സംഘടനയിൽ നിന്ന് പുറത്താക്കാതെ ഇരിക്കുന്നത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ പാപ്പരത്വമാണ്. എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം പറയുന്ന കോൺഗ്രസ് നേതാക്കന്മാർ ആരും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ വ്യക്തമായ അഭിപ്രായങ്ങൾ പറയുന്നതിന് വേണ്ടി തയ്യാറാവുന്നില്ല. നടപടി സ്വീകരിക്കണമെന്ന് ഒരു വിഭാഗം, നടപടി സ്വീകരിക്കാൻ പാടില്ല എന്ന് മറ്റൊരു വിഭാഗം. ഇപ്പൊ പ്രധാനമായും സ്വർണ്ണ കേസ് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്, ഗർഭക്കേസ് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അത് പാടില്ല എന്നാണ് പറയുന്നത്. അല്ലല്ല, പാടില്ല എന്നല്ല, ഞാൻ അതിനില്ല. എനിക്ക് ഈ ഫോക്കസ് വിടാൻ വയ്യ. ഈ നിങ്ങൾ പറഞ്ഞ ഉൽപ്പന്നങ്ങൾ ഒന്നും ഉപയോഗിക്കാതെ ഇവരെല്ലാം ജയിച്ചു വരട്ടെ. BLOമാർക്ക് ആശ്വാസം. വ്യാപക പ്രതിഷേധത്തിനിടെ SIR സമയപരിധി നീട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളം അടക്കമുള്ള 12 സംസ്ഥാനങ്ങളിലെ സമയപരിധിയാണ് നീട്ടിയത്. പുതിയ ഉത്തരവ് പ്രകാരം ഡിസംബർ 11 വരെ ഫോം വിതരണം ചെയ്യാം. ഡിസംബർ 16 കരട് പട്ടികയും ഫെബ്രുവരി 16 അന്തിമ പട്ടികയും പ്രസിദ്ധീകരിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം കേസ് കോടതി പരിഗണിക്കാനിരിക്കെ എന്നതും ശ്രദ്ധേയമാണ്. കേരളം, തമിഴ്നാട് ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിലെ സമയപരിധിയാണ് നീട്ടിയത്. കരട് വോട്ടർ പട്ടിക ഡിസംബർ 16 പ്രസിദ്ധീകരിക്കും. അന്തിമ വോട്ടർ പട്ടിക 2026 ഫെബ്രുവരി 14 പുറത്തുവിടുക. പട്ടികയിൽ നിന്ന് വിട്ടുപോയ ആളുകളെ ഉൾക്കൊള്ളിക്കാൻ ഈ സമയം ഉപയോഗിക്കാമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ പറഞ്ഞു. ഇലക്ഷൻ കമ്മീഷനുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് നിലവിലുള്ള ഷെഡ്യൂളിൻ്റെ ഒരു ആഴ്ച നീട്ടി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് എല്ലാ സ്റ്റെപ്സ് ഓഫ് എനുമറേഷൻ SIRയുടെ എല്ലാ സ്റ്റെപ്സിലും ഒരു ആഴ്ച അഡീഷണൽ സമയം ലഭ്യമാക്കിയിട്ടുണ്ട്. കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് അടക്കം നടക്കുന്നതിനിടെ SIR നടപടികൾ നീട്ടിവെക്കണമെന്ന് തുടക്കം മുതൽ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടിരുന്നു. ഡിസംബർ 9 കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ്. വോട്ടെടുപ്പും കരട് പട്ടിക പ്രസിദ്ധീകരണവും ഒരേ ദിവസം വരുന്നതിലെ ആശങ്കയും രാഷ്ട്രീയ പാർട്ടികൾ അറിയിച്ചിരുന്നു. സമയപരിധി നീട്ടിയതോടെ BLOമാർക്ക് ഫോം വിതരണത്തിനടക്കം ഒരാഴ്ച കൂടുതൽ സമയം ലഭിക്കും. ഫോം പൂരിപ്പിച്ചു നൽകുന്നതിന് വോട്ടർമാർക്കും പുതിയ തീരുമാനം ആശ്വാസമാകും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേരളമടക്കം 12 ഇടങ്ങളിൽ SIR സമയപരിധി നീട്ടിയിട്ടുണ്ട്. ഫോം നൽകാനുള്ള സമയം ഡിസംബർ 11 വ്യാഴാഴ്ചയാണ്. പഴയ തീയതി ഡിസംബർ 4
കരട് വോട്ടർ പട്ടിക 2025 ഡിസംബർ 16 ചൊവ്വാഴ്ച വരെയാണ്. പഴയ തീയതി ഡിസംബർ 9 ആയിരുന്നു. പരാതി സമർപ്പിക്കാനുള്ള കാലയളവ് ഇങ്ങനെയാണ്: ഡിസംബർ 16 ചൊവ്വ മുതൽ ജനുവരി 15 വ്യാഴാഴ്ച വരെയാണ്. പഴയ തീയതി ജനുവരി 8 പരാതി തീർപ്പാക്കുന്നത് ഡിസംബർ 16 ചൊവ്വ മുതൽ ഫെബ്രുവരി 7 ശനി വരെയാണ്. പഴയ തീയതി ജനുവരി 31 വരെയായിരുന്നു. അന്തിമ വോട്ടർ പട്ടിക 2026 ഫെബ്രുവരി 14 ശനിയാഴ്ച പുറത്തിറക്കും. പഴയ തീയതി ഫെബ്രുവരി 7 വരെയായിരുന്നു. പുതിയ വോട്ടർമാരെ ഉൾപ്പെടുത്താൻ പ്രത്യേക യജ്ഞമാണ് ക്രമീകരിച്ചിട്ടുള്ളത്. വിവരശേഖരണം എന്നത് നിർണായക ഘട്ടമാണ്. സമയം കൂടുതൽ കിട്ടുന്നത് SIR കുറ്റമറ്റതാക്കാൻ ഉപകരിക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതീക്ഷ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വീണ്ടും ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിലാക്കി തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ മൊഴി. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണിക്ക് അനുമതി നൽകിയത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനർ SITക്ക് മൊഴി നൽകി. കേസിൽ ഹൈക്കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് നൽകിയ ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശപ്രകാരമാണ് ദ്വാരപാലക പാളികൾ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ അനുമതി നൽകിയതെന്ന് കണ്ഠരര് മഹേഷ് മോഹനര് മൊഴി നൽകി. ഇതോടെ സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രിയുടെ നിലപാട് ദേവസ്വം ബോർഡിനെ പ്രതിസന്ധിയിലാക്കി. മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും കേസിലെ മറ്റൊരു പ്രതിയായ ഗോവർദ്ധനെയും ഭക്തർ എന്ന നിലയിൽ പരിചയമുണ്ടെന്ന് തന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. വാതിലും കട്ടിളപ്പാളികളും കൂടി കൊണ്ടുപോകാനുള്ള അനുമതി തേടിയിരുന്നുവെന്നും എന്നാൽ ഇവയുടെ അറ്റകുറ്റപ്പണി സന്നിധാനത്ത് തന്നെ നടത്താനാണ് നിർദ്ദേശം നൽകിയതെന്നും മഹേഷ് മോഹനർ മൊഴി നൽകി. ഗോവർദ്ധന്റെ ബെല്ലാരിയിലെ ജ്വല്ലറിയിൽ പൂജ നടത്തിയതുമായി ബന്ധപ്പെട്ടും മഹേഷ് മോഹനര് വിശദീകരണം നൽകി. പൂജകൾക്കായി ക്ഷണിക്കുമ്പോൾ പോകാറുണ്ട്. ഭക്തൻ എന്ന നിലയിൽ ഗോവർദ്ധനെ അറിയാമായിരുന്നുവെന്നും അതിനാലാണ് പോയതെന്നുമാണ് മൊഴി നൽകിയിരിക്കുന്നതെന്നാണ് സൂചന. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ ഉൾപ്പെടെയുള്ള പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുന്നത് SITയുടെ പരിഗണനയിലുണ്ട്. ഇക്കാര്യത്തിൽ ഇടക്കാല റിപ്പോർട്ടിന് ശേഷമാകും തീരുമാനമെടുക്കുക. മറ്റ് ദേവസ്വം ബോർഡ് അംഗങ്ങളെ വീണ്ടും ചോദ്യം ചെയ്യുന്നതും വൈകാനാണ് സാധ്യത. സന്നിധാനത്ത് നിന്നും ശേഖരിച്ച സ്വർണ്ണ സാമ്പിളുകളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം അന്വേഷണത്തിൽ നിർണായകമാകും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങിയ തന്ത്രിയുമായുള്ള ബന്ധം സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്താനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കുറ്റക്കാർ ആരായാലും സംരക്ഷിക്കില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സ്വർണ്ണക്കവർച്ചയിൽ SIT അന്വേഷണത്തിന് പൂർണ്ണ പിന്തുണയെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള നടത്തിയവരെ സർക്കാർ സംരക്ഷിക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. കടകംപള്ളിയെയും വാസവനെയും എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല എന്നും രമേശ് ചെന്നിത്തല ചോദിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കേസുകൾ പ്രതിയാകുന്ന ഒരാളെയും സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം CPMനില്ല. ഞങ്ങൾക്കിതിൻ്റെ അകത്ത് എന്താ ഭയപ്പെടാനുള്ളത്? നടപടി ആവശ്യമായ രീതിയിൽ എടുക്കുന്നതിന് മുമ്പ് അതിൻ്റെ പൂർണ്ണമായ ഒരു അർത്ഥത്തിലുള്ള അന്വേഷണവും അതിൻ്റെ കാര്യങ്ങളെല്ലാം പൂർത്തിയാവണം. അത് പൂർത്തിയാവട്ടെ. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നടത്തിയ ആളുകളെ സർക്കാർ സംരക്ഷിക്കാൻ ശ്രമിക്കുക. രണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും CPM നേതാക്കാരും അകത്താണ്. ഇനിയും കടകംപള്ളി സുരേന്ദ്രനും മറ്റ് വാസവനടക്കമുള്ള മന്ത്രിമാരെ ചോദ്യം ചെയ്യണം. എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല? തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ നീട്ടിക്കൊണ്ടു പോവുകയാണോ? കസ്റ്റഡിയിലെടുത്ത യുവതിയെ പീഡിപ്പിച്ചെന്ന ആരോപണത്തിൽ വടകര DYSP ഉമേഷിനെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടു. വടക്കഞ്ചേരി CA ആയിരുന്നപ്പോൾ കസ്റ്റഡിയിലെടുത്ത സ്ത്രീയെ കേസിൽ നിന്നും ഒഴിവാക്കാമെന്ന് പറഞ്ഞു പീഡിപ്പിച്ചുവെന്നാണ് ആരോപണം. ഉമേഷിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ പാലക്കാട് SP സംസ്ഥാന പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. 2014 വടക്കാഞ്ചേരി CA ആയിരുന്നപ്പോൾ കസ്റ്റഡിയിലെടുത്ത യുവതിയെ കേസിൽ നിന്ന് ഒഴിവാക്കാമെന്ന് പറഞ്ഞ് പീഡിപ്പിച്ചുവെന്നാണ് ഇപ്പോൾ വടകര DYSP ആയിരിക്കുന്ന A ഉമേഷിനെതിരായ ആരോപണം. യുവതിക്കെതിരെ കേസെടുക്കാതെ വിട്ടയച്ചുവെന്നാണ് ഉമേഷിനെതിരെ അന്വേഷണ റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തുവെന്നും ഉമേഷിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും പാലക്കാട് SP സംസ്ഥാന പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ DYSP ഉമേഷ് അവധിയിലും പ്രവേശിച്ചു. അതേസമയം ചെർപ്പുളശ്ശേരി CA ബിനു തോമസിന്റെ ആത്മഹത്യാക്കുറിപ്പിലും ഉമേഷിനെതിരെ ആരോപണമുണ്ടായിരുന്നു. കേസിൽ പ്രതിയായ യുവതിയെ ഉമേഷ് ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചുവെന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിരുന്നത്. തന്നെ പലതവണ ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചതായി ഈ യുവതി കഴിഞ്ഞ ദിവസം ജില്ലാ ക്രൈംബ്രാഞ്ച് DYSPക്ക് മൊഴിയും നൽകിയിരുന്നു. ഉമേഷിനെതിരെ നടപടിയെടുക്കുന്നതിൽ ആഭ്യന്തര വകുപ്പിനെതിരെ കടുത്ത വിമർശനവും ഉയർന്നിരുന്നു. ഒടുവിൽ പാലക്കാട് SPയുടെ റിപ്പോർട്ടിന്മേൽ DGPയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ്
ഉമേഷിനെ സസ്പെൻഡ് ചെയ്ത് ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കിയിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പോലീസ് സേനയിലെ തെറ്റായ കീഴ്വഴക്കങ്ങൾക്കെതിരെ നിരന്തരമായി പോരാട്ടം നടത്തുന്ന CP ഉമേഷ് വള്ളിക്കുന്നിനെ പിരിച്ചുവിടാൻ സർക്കാരിന്റെ ഉത്തരവ് സേനയ്ക്ക് അവമതിപ്പുണ്ടാക്കുന്ന തരത്തിൽ ചട്ടവിരുദ്ധമായി പ്രവർത്തിക്കുന്നുവെന്ന് കാണിച്ചാണ് ഉമേഷ് വള്ളിക്കുന്നിനെ പിരിച്ചുവിടാൻ ഒരുങ്ങുന്നത്. നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് ഉമേഷ് പറഞ്ഞു. പോലീസിലെ അഴിമതിയും വീഴ്ചകളും നിരന്തരമായി ചൂണ്ടിക്കാണിച്ചതിനാലാണ് സേനയിലെ ഉന്നതർക്ക് CPO ഉമേഷ് വള്ളിക്കുന്ന് അനഭിമതനായത്. ആറന്മുള സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ ഉമേഷ് വള്ളിക്കുന്ന് കഴിഞ്ഞ 18 മാസമായി സസ്പെൻഷനിലാണ്. 3 തവണ സസ്പെൻഷനും 30ഓളം അച്ചടക്ക നടപടികളും നേരിട്ടു. ഇതൊന്നും കൈക്കൂലി വാങ്ങിയതുകൊണ്ടോ അഴിമതി നടത്തിയതുകൊണ്ടോ നിരപരാധികളെ വേട്ടയാടിയതുകൊണ്ടോ ആയിരുന്നില്ല. സേനയിലെ പുഴുക്കുത്തുകളെ ചോദ്യം ചെയ്തതിനാലായിരുന്നു. ഈ പോലീസുകാരൻ്റെ പ്രണയം പോലും അസാൻമാർഗിക പ്രവൃത്തിയെന്നാണ് മേലുദ്യോഗസ്ഥർ എഴുതിവെച്ചത്. സർവീസിൽ നിന്ന് പിരിച്ചുവിടാതിരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ 15 ദിവസത്തിനകം മറുപടി നൽകണമെന്ന് അറിയിച്ചുകൊണ്ടുള്ള നോട്ടീസ് ഒടുവിൽ ഉമേഷ് വള്ളിക്കുന്നിനെ തേടിയെത്തി. നമ്മൾ പോലീസിൽ തുടരാൻ യോഗ്യനല്ല, അപ്പോൾ അതുകൊണ്ട് പിരിച്ചുവിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. 15 ദിവസം കൊണ്ട് എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ ബോധിപ്പിക്കാം. ആ 15 ദിവസം കഴിഞ്ഞാൽ നമ്മൾ കാരണം ബോധിപ്പിച്ചിട്ടില്ലെങ്കിലും പിരിച്ചുവിടും. കാരണം ബോധിപ്പിച്ചാൽ അത് തൃപ്തികരമല്ലെങ്കിൽ പിരിച്ചുവിടും. നമ്മളെ മറുപടി സ്വീകരിക്കാൻ നമ്മളെ പിരിച്ചുവിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിയമ നടപടികളിൽ പോകും, ട്രിബ്യൂണലിൽ പോകും, അതിനുശേഷം ഹൈക്കോടതി സമീപിക്കും. താൻ സേനയ്ക്ക് കളങ്കമുണ്ടാക്കിയിട്ടില്ല. സേനയിലെ അഴിമതിക്കാരെയും കള്ളന്മാരെയും ചൂണ്ടിക്കാട്ടുകയാണ് ചെയ്തതെന്നും ഉമേഷ് പറയുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഗുണ്ടാബന്ധത്തെക്കുറിച്ച് വളരെ മുമ്പ് തന്നെ വെളിപ്പെടുത്തൽ നടത്തിയ ആളാണ് മലപ്പുറം വള്ളിക്കുന്ന് സ്വദേശിയായ ഉമേഷ് വള്ളിക്കുന്ന്. ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം S. വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്. മുനമ്പം ഭൂമിയുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിനായി 400 ദിവസം നീണ്ടുനിന്ന മുനമ്പം സമരം അവസാനിച്ചു. റവന്യൂ മന്ത്രി K. രാജനും വ്യവസായ മന്ത്രി P. രാജീവും സമരക്കാർക്ക് നാരങ്ങാനീര് നൽകിയാണ് സമരം അവസാനിപ്പിച്ചത്. താൽക്കാലിക ഇടവേളയെന്ന് സമരസമിതി അറിയിച്ചു. സർക്കാർ നൽകിയ ഉറപ്പുകളിൽ വിശ്വാസമെന്നും സമരസമിതി പ്രതികരിച്ചു. അതേസമയം സമരവേദിയിൽ നിന്നും ഒരു വിഭാഗം ആളുകൾ ഇറങ്ങിപ്പോയി. മറ്റൊരിടത്ത് സമരം തുടരുകയാണ്. മുനമ്പത്തെ ഭൂനികുതി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് സമരം താൽക്കാലികമായി അവസാനിപ്പിക്കാൻ ഭൂസംരക്ഷണ സമിതി തീരുമാനിച്ചത്. വേളാങ്കണ്ണി മാതാ പള്ളി അങ്കണത്തിലെ സമരപ്പന്തലിൽ നടത്തിയ സമ്മേളനത്തിൽ സാമുദായിക രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുത്തു. സമരക്കാർക്ക് മന്ത്രി P. രാജീവും K. രാജനും നാരങ്ങാനീര് നൽകി സമരം അവസാനിപ്പിച്ചു. മുനമ്പത്തുകാർക്ക് എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന് മന്ത്രിമാർ ആവർത്തിച്ചു. സർക്കാരിന്റെ നിലപാട് വ്യക്തമാണ്. ഇവിടെ നിന്ന് ആരെയും ഇറക്കാൻ അനുവദിക്കുന്നതല്ല. നിയമപരമായിട്ടുള്ള അവകാശം സംരക്ഷിക്കാൻ നിയമപരമായി ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും. സുപ്രീം കോടതിയിലുള്ള SLPയിലും കാവ്യേറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ റിപ്പോർട്ട് ക്യാബിനറ്റ് അംഗീകരിച്ചിട്ടുണ്ട്. തുടർ നടപടി സ്വീകരിക്കുന്നുണ്ട്. സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് ഏതെങ്കിലും വിധത്തിലുള്ള പീഡനമോ സഹായമോ രാഷ്ട്രീയ എതിർവാദങ്ങളോ അല്ല. ഈ പ്രശ്നത്തിലെ സ്ഥായിയായ പരിഹാരമാണ്. അതേസമയം സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് ഒരു വിഭാഗം ആളുകൾ സമരപ്പന്തലിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇവർ രണ്ടാം മുനമ്പം സമരം പ്രഖ്യാപിച്ചു. എന്തുകൊണ്ടാണ് ടാക്സ് അടക്കാൻ മാത്രം ഒരു ചാൻസ് കിട്ടിക്കഴിയുമ്പോൾ മുനമ്പം സമരം നിർത്തിയതെന്നാണെന്ന് ഞങ്ങൾക്കറിയില്ല. 610 വീട്ടുകാരുടെ പ്രശ്നങ്ങളാണ്. ഒരു കൂടിയാലോചന ഇല്ലാതെ 5 പേര് സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടിയിരുന്ന് തീരുമാനിക്കേണ്ട ഒരു കാര്യമല്ല. സമരക്കാർക്കിടയിലെ ഭിന്നതയ്ക്ക് രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടെന്നാണ് ആരോപണം. ഏതായാലും നമ്മളിപ്പോൾ ഒരു ബ്രേക്ക് മാത്രമാണിത്. ഇത് ലഭിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ജനുവരി കഴിയുമ്പോൾ നമ്മൾ വീണ്ടും സമരത്തിലേക്ക് പോകും. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വഖഫ് ബോർഡിനെ ആസ്തി പട്ടികയിൽ നിന്ന് മാറ്റിയെടുക്കുക എന്ന് തന്നെയാണ്. നിയമപരമായ നടപടികളാണ് മുനമ്പം ഭൂസംരക്ഷണ സമരത്തിൽ ഇനി ബാക്കിയുള്ളത്. പൂർണ്ണമായി റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ശക്തമായ സമരം ഇനിയും ഉണ്ടാകുമെന്നാണ് മുനമ്പത്തുകാരുടെ നിലപാട്. 414 ദിവസത്തെ സമരമാണ് താൽക്കാലികമായി അവസാനിച്ചിരിക്കുന്നത്. പക്ഷേ രാഷ്ട്രീയമായി ഇതിന്റെ പ്രാധാന്യം ഏറുകയാണ്. ക്യാമറമാൻ ബിനു ഈശ്വരമംഗലത്തിനൊപ്പം AT അശ്വതി, അമൃത ന്യൂസ്, കൊച്ചി. നാഷണൽ ഹെറാൾഡ് കേസിൽ ഡൽഹി പോലീസിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം പുതിയ FIR ഫയൽ ചെയ്തു. രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി എന്നിവർ ഉൾപ്പെടെ 6 പേർക്കെതിരെയാണ് FIR. പാർലമെന്റ് സമ്മേളനത്തിന്റെ ശ്രദ്ധ തിരിക്കാനാണ് നീക്കമെന്ന് കോൺഗ്രസ് നേതൃത്വം പ്രതികരിച്ചു. അതേസമയം അഴിമതി കോൺഗ്രസിന്റെ DNA-യിൽ അടങ്ങിയിരിക്കുന്നുവെന്നാണ് BJPയുടെ വിമർശനം.
നാളെ പാർലമെന്റ് സമ്മേളനം ആരംഭിക്കാനിരിക്കെയാണ് നാഷണൽ കേസുമായി ബന്ധപ്പെട്ട പുതിയ FIRന്റെ വിവരങ്ങൾ പുറത്തുവന്നത്. സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ഡൽഹി പോലീസിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗമാണ് FIR ഫയൽ ചെയ്തിരിക്കുന്നത്. രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, സാം പിത്രോഡ എന്നിവർ ഉൾപ്പെടെ 6 പേർക്കെതിരെയാണ് FIR. നാഷണൽ ഹെറാൾഡ് പത്രം പ്രസിദ്ധീകരിച്ച അസോസിയേറ്റ് ജേർണലുമായി ബന്ധപ്പെട്ട 2000 കോടി രൂപയുടെ ക്രമക്കേടിലാണ് FIR. സാമ്പത്തിക ഇടപാടിലെ ഗൂഢാലോചനയിൽ ഇവർക്ക് പങ്കുണ്ടെന്നാണ് അന്വേഷണ ഏജൻസികൾ പറയുന്നത്. കോൺഗ്രസ് നേതാക്കൾക്ക് പങ്കാളിത്തമുള്ള യങ് ഇന്ത്യ കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകളാണ് കേസിന്റെ ആധാരം. ഷെൽ കമ്പനികളുടെ മറവിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്നാരോപിച്ച് BJP MP സുബ്രഹ്മണ്യ സ്വാമിയാണ് EDക്ക് പരാതി നൽകിയത്. ഓഹരികളിൽ അധികവും കോൺഗ്രസ് നേതാക്കൾ കൈവശം വച്ചിരുന്നുവെന്നും വായ്പയ്ക്ക് പകരമായി അസോസിയേറ്റ് ജേർണലിന്റെ വസ്തുക്കൾ കൈവശപ്പെടുത്തിയെന്നുമാണ് അന്വേഷണ സംഘം ആരോപിക്കുന്നത്. അതേസമയം SIR, വോട്ടുകൊള്ള, ഡൽഹി ഭീകരാക്രമണം എന്നിവയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നിന്ന് വഴിതിരിച്ചുവിടാനാണ് നാഷണൽ ഹെറാൾഡ് കേസ് വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. ED എന്ന് പറയുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും CBI എന്ന് പറയുന്നത് വ്യക്തമായിട്ടും കോൺഗ്രസിനെയും പ്രതിപക്ഷത്തെയും ടാർഗറ്റ് ചെയ്യാനുള്ള ഏജൻസികളാണ്. ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ നടക്കുന്നത് എന്താണ്? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് CBI ഒരു ഭാഗത്ത്, ഇലക്ഷൻ കമ്മീഷൻ മറ്റൊരു ഭാഗത്ത്. ഇപ്പോൾ SIR എക്സസൈസ് നിങ്ങൾ എന്തുകൊണ്ടും ചർച്ചയാവാത്തത്? ഇന്ത്യൻ ഡെമോക്രസി വളരെ കടുത്ത പ്രതിസന്ധിയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അതിനെതിരായിട്ടുള്ള ശക്തമായ മുന്നേറ്റമാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെയും സോണിയാഗാന്ധിക്കെതിരെ കേസെടുക്കും. ഈ കേസൊന്നും കൊണ്ട് പേടിപ്പിക്കേണ്ട കാര്യമില്ല. അന്വേഷണ ഏജൻസികളെ BJP ദുരുപയോഗം ചെയ്യുന്നുവെന്നും കോൺഗ്രസ് പറയുന്നു. എന്നാൽ അഴിമതിയാണ് കോൺഗ്രസിന്റെ മുഖമുദ്ര എന്ന് BJP ആരോപിക്കുന്നു. ഏതായാലും സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾക്ക് നാഷണൽ ഹെറാൾഡ് ഉയർത്തിയായിരിക്കും BJP പ്രതിരോധമെന്ന് ഉറപ്പായി കഴിഞ്ഞു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. സമ്മേളനത്തിന് മുന്നോടിയായി സർവകക്ഷി യോഗം ചേർന്നു. ക്രിയാത്മക ചർച്ചകൾ ഉണ്ടാകണമെന്നും പാർലമെന്റ് നടപടികളോട് സഹകരിക്കണമെന്നും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അഭ്യർത്ഥിച്ചു. വിശദമായ ചർച്ചകളിലൂടെ മാത്രമേ ബില്ലുകൾ പാസാക്കാൻ പാടുള്ളൂവെന്ന് പ്രതിപക്ഷ നേതാക്കൾ അറിയിച്ചു. നാളെ മുതൽ ഡിസംബർ 19 വരെയാണ് പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ ദിവസങ്ങൾ വെട്ടിച്ചുരുക്കി. 14 ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന സമ്മേളന കാലയളവിൽ ആണവോർജം, വാണിജ്യ സുരക്ഷ, ഉന്നത വിദ്യാഭ്യാസ മേഖല എന്നിവയുമായി ബന്ധപ്പെട്ടതുൾപ്പെടെ 10 ബില്ലുകൾ അവതരിപ്പിക്കും. ആദ്യ ദിനങ്ങളിൽ SIR, വന്ദേമാതരത്തിന്റെ 150ാം വാർഷികം എന്നിവയിൽ പ്രത്യേക ചർച്ച നടക്കും. സമ്മേളനത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ പ്രധാന നേതാക്കളെല്ലാം പങ്കെടുത്തു. സമ്മേളന നടപടികളുമായി സഹകരിക്കാമെന്നും എന്നാൽ ചില വിഷയങ്ങളിൽ പ്രതിഷേധം ഉയർത്തുമെന്നും പ്രതിപക്ഷം അറിയിച്ചതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. कुछ नेताओं ने ये कहा कि SIR को लेकर के सदन में हंगामा कर सकता है, ये कहा है. मैंने पॉजिटिव तरीके से ये आपके सामने में आपके माध्यम से कह रहा हूं कि ऑपोजिशन का बात हम सुनने के लिए तैयार है, लेकिन कोई भी मुद्दा आप रखना चाहता है, अगर दूसरे पार्टी उसको सहमत नहीं है तो आप पार्लियामेंट चलने नहीं देंगे, ये नहीं कहना चाहिए. क्योंकि पार्लियामेंट सबका है, देश का है. पार्लियामेंट में हर इशू का चर्चा करने का एक तरीका होता है, रूल होता है, कन्वेंशन होता है. ചെങ്കോട്ട ഭീകരാക്രമണം, വോട്ടുകൊള്ള, SIR അടക്കമുള്ള വിഷയങ്ങൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. തെരഞ്ഞെടുപ്പ് കമ്മീഷന് എതിരായ വിമർശനങ്ങളും പാർലമെന്റിൽ ഉയരും. We have said that allocate more time for the opposition. If you see that 100%, 70% times are taken by the treasury bench and this government. Question hours to 0 hours, etc., etc., etc. In a floor of parliament is a floor of the opposition, not of the government, and that is well recognized parliamentary practice over the world. But here we have reduced the time allocation is 30% to the opposition, 70% is the treasury bench. അതേസമയം പ്രതിപക്ഷ പ്രതിഷേധങ്ങളെ ബീഹാർ വിജയം, നാഷണൽ ഹെറാൾഡ് എന്നിവ ഉയർത്തി നേരിടാനായിരിക്കും ഭരണപക്ഷത്തിന്റെ തീരുമാനം. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കാർഷിക രംഗത്തും ശാസ്ത്ര സാങ്കേതിക രംഗത്തും ലോകത്തിനു തന്നെ മാതൃകയാക്കാൻ ഇന്ത്യക്ക് കഴിയുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിന്റെ 128ാം ഭാഗത്തിൽ സംസാരിക്കുകയായിരുന്നു മോദി. ഭക്ഷ്യധാന്യ ഉൽപാദന രംഗത്ത് മികച്ച നേട്ടമാണ് കഴിഞ്ഞ 10 വർഷമായി രാജ്യം കൈവരിച്ചത്. കോമൺവെൽത്ത് ഗെയിംസ് നടത്താൻ രാജ്യത്തെ തെരഞ്ഞെടുത്തു. ഇത് രാജ്യത്തിന്റെയും ജനങ്ങളുടെയും വലിയ നേട്ടമാണ്. കായിക രംഗത്ത് മികച്ച നേട്ടമാണ് രാജ്യം സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. പുതിയ കായിക സംസ്കാരം നമുക്ക് മുൻപിൽ ഉയർന്നു വന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഭരണഘടനാ ദിനം ആചരിച്ചതും രാമക്ഷേത്രത്തിലെ
ധ്വജാരോഹണവും വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികവും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ സൂചിപ്പിച്ചു. ഡിറ്റ്വ ചുഴലിക്കാറ്റിനെ തുടർന്ന് തമിഴ്നാട്ടിലെ തീരപ്രദേശങ്ങളിൽ കനത്ത മഴ തുടരുന്നു. 3 മരണം ഇന്ന് റിപ്പോർട്ട് ചെയ്തു. ശ്രീലങ്കയിൽ മരണസംഖ്യ 200 കടന്നു. 78,000-ഓളം ആളുകളെയാണ് മാറ്റിപ്പാർപ്പിച്ചത്. ചെന്നൈ അടക്കം വടക്കൻ ജില്ലകളിൽ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. തഞ്ചാവൂരിലും തൂത്തുക്കുടിയിലും വീടിന്റെ ചുവരിടിഞ്ഞു വീണ് 2 പേർ മരിച്ചു. മയിലാടുതുറയിൽ വൈദ്യുതി കമ്പി പൊട്ടിവീണ് പ്രതാപ് എന്ന യുവാവ് മരിച്ചു. 150-ലേറെ കന്നുകാലികൾ ചത്തതായും 234 വീടുകൾ തകർന്നതായും തമിഴ്നാട് റവന്യൂ മന്ത്രി അറിയിച്ചു. തീരപ്രദേശങ്ങളിൽ കനത്ത മഴയിൽ വ്യാപക കൃഷിനാശമാണ് റിപ്പോർട്ട് ചെയ്തത്. നാഗപട്ടണത്തും മയിലാടുതുറയിലും രാമനാഥപുരത്തും 1000-ലേറെ ഹെക്ടർ കൃഷിഭൂമിയിൽ വെള്ളം കയറി. മഴയും കാറ്റും ശക്തമായതോടെ ബീച്ചുകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചിരുന്നു. ശ്രീലങ്കയിലേക്കുള്ള വിമാനങ്ങളടക്കം ചെന്നൈയിൽ നിന്നുള്ള 50-ലധികം സർവീസുകൾ റദ്ദാക്കി. ശ്രീലങ്ക വിട്ട് ഇന്ത്യൻ തീരത്തോടടുത്ത ഡിറ്റ്വ ദുർബലമായി അതിതീവ്ര ന്യൂനമർദ്ദമായി. വടക്കൻ തമിഴ്നാട് തീരത്ത് നിന്ന് 25 മുതൽ 50 കിലോമീറ്റർ അകലെയായി ബംഗാൾ ഉൾക്കടലിലൂടെ ആന്ധ്ര തീരത്തേക്ക് ഡിറ്റ്വ നീങ്ങുകയാണ്. ചുഴലിക്കാറ്റിൽ ശ്രീലങ്കയിൽ കനത്ത നാശമാണ് റിപ്പോർട്ട് ചെയ്തത്. മരണസംഖ്യ 200 കടന്നു. ഒട്ടേറെ പേരെ കാണാതായി. 78,000-ഓളം ആളുകളെയാണ് മാറ്റിപ്പാർപ്പിച്ചത്. മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. മണ്ണിടിച്ചിലിനെ തുടർന്ന് ഒട്ടേറെ വീടുകൾ തകർന്നു. റോഡ് ഗതാഗതം താറുമാറായി. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലാണ്. പലയിടത്തും അധികൃതർക്ക് അവിടെ എത്താനും കഴിഞ്ഞിട്ടില്ല. ന്യൂസ് ഡെസ്ക് അമൃത TV. തെക്കൻ ഏഷ്യയുടെ വിവിധ ഭാഗങ്ങളിലുണ്ടായ പേമാരിയിലും മണ്ണിടിച്ചിലിലും മരണസംഖ്യ 600 കടന്നു. ഉഷ്ണമേഖലാ കൊടുങ്കാറ്റുകൾ മൂലം കനത്ത മഴയാണ് പെയ്യുന്നത്. മേഖലയിൽ ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും മോശം കാലാവസ്ഥയാണ് ഇപ്പോഴത്തേത്. ഇന്തോനേഷ്യ, മലേഷ്യ, തായ്ലൻഡ് എന്നിവിടങ്ങളിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കഴിഞ്ഞ ഒരാഴ്ചയായി ചുഴലിക്കാറ്റിനെ തുടർന്ന് പേമാരിയാണ്. ഇന്തോനേഷ്യയിലെ സുമാത്ര ദ്വീപിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും മരിച്ചവരുടെ എണ്ണം 300-ലേറെയായി. 300-ഓളം പേരെ കാണാനില്ല. നിരവധി പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റി. സുമത്ര പ്രവിശ്യയിലെ 15 നഗരങ്ങളിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ 17,000 വീടുകൾ മുങ്ങിയെന്നാണ് കണക്ക്. മണ്ണിടിച്ചിലിൽ റോഡുകൾ തകരുകയും ആശയവിനിമയ സൗകര്യങ്ങൾ നശിക്കുകയും ചെയ്തതോടെ ദ്വീപ് ഒറ്റപ്പെട്ട നിലയിലാണ്. ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് പ്രദേശത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. 2 ദിവസം മുൻപ് ഇന്തോനേഷ്യയിലെ വടക്കൻ സുമാത്ര തീരത്തുള്ള ദ്വീപിൽ 6.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം രേഖപ്പെടുത്തി.